ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും വേൾഡ് ഓഫ് എസ് എ സ്പീച്ചിലേക്ക് സ്വാഗതം. അക്ഷരമുറ്റം ക്യൂസ് ഉപജില്ലാതലം പ്രധാനപ്പെട്ട കുറച്ച് മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് പെട്ടെന്ന് നോക്കാം. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനായി ആരംഭിച്ച സമഗ്ര ആരോഗ്യ പദ്ധതി ഏതാണ്? ശലഭം. ക്ലൗഡ് ടെലിഫോണി പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ സ്ഥാപനം KSEB. വിഭജനകാലത്തെ ചരിത്രത്തിൻ്റെയും സാംസ്കാരിക സാഹിത്യ വിശേഷങ്ങളുടെയും വെർച്വൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കൊൽക്കത്തയിൽ. സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ഈ വർഷത്തെ ഹരിത മിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? SP സുജിത്തിന്. സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വന്ന സ്ഥലമേത്? റാങ്പോ. അടുത്തിടെ പൊട്ടിത്തെറിച്ച ഷീവേലൂച്ച് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമേത്? റഷ്യ. ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന ഗാസയിൽ 25 വർഷത്തിന് ശേഷം ആദ്യമായി സ്ഥിരീകരിച്ച രോഗം ഏത്? പോളിയോ. ബഡ്സ് ആക്ട് പ്രകാരമുള്ള കേസുകൾ പരിഗണിക്കാനായി കേരളത്തിൽ എവിടെയാണ് കോടതി നിലവിൽ വന്നത്? ആലപ്പുഴയിൽ. 2024 ആഗോള ആയുർവേദ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരമേത്? കൊച്ചി. 2024 ഓഗസ്റ്റ് 20 ശ്രീനാരായണ ഗുരുവിൻ്റെ എത്രാമത്തെ ജന്മവാർഷികമാണ് ആചരിച്ചത്? 170. 2024 കടമ്മനിട്ട രാമകൃഷ്ണൻ സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഹരിത സാവിത്രി. സിൻ എന്ന നോവലിനാണ് പുരസ്കാരം. തായ്ലൻഡിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ആരാണ്? പെയ്തോങ്താൻ ഷിനാവത്ര. 2024 വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ വേദി UAE. അടുത്തിടെ പ്രതിരോധം, ഡിജിറ്റൽ എന്നീ മേഖലകളിൽ ഇന്ത്യയുമായി കരാറിൽ ഒപ്പുവെച്ച രാജ്യമേത്? മലേഷ്യ. വയോജനങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ പ്രമേഹം പരിശോധിക്കുവാൻ വേണ്ടി കേരള സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? വയോമധുരം എന്ന പദ്ധതിയാണ് വീട്ടിലിരുന്ന് തന്നെ പ്രമേഹം പരിശോധിക്കുവാൻ വേണ്ടി ആരംഭിച്ച പദ്ധതി. ICRT ഇന്ത്യ ചാപ്റ്ററിൻ്റെ ഗോൾഡ് അവാർഡ് ലഭിച്ച ടൂറിസം പദ്ധതി ഏതാണ്? ബേപ്പൂർ ഉത്തരവാദിത്വ ടൂറിസം പദ്ധതി. ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? നവി മുംബൈയിലാണ് ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത്. സയനൈഡ് തിരിച്ചറിയാൻ കഴിയുന്ന സെൻസർ വികസിപ്പിച്ചെടുത്ത കേരളത്തിലെ യൂണിവേഴ്സിറ്റി ഏതാണ്? കേരള യൂണിവേഴ്സിറ്റിയിലാണ് സയനൈഡ് തിരിച്ചറിയാൻ കഴിയുന്ന സെൻസർ വികസിപ്പിച്ചത്. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണ്? റിതു ബെഹ്റയാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി നിലവിൽ വരുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡിലെ കത്ഖോരയിലാണ് ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി നിലവിൽ വരുന്നത്. വംശനാശ ഭീഷണി നേരിടുന്നതിനാൽ 2024 ഓഗസ്റ്റിൽ ICUCN റെഡ് ലിസ്റ്റിൽ ദുർബല വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ പുഷ്പം നീലക്കുറിഞ്ഞി. 2024 ഓഗസ്റ്റ് 13 ലോക അവയവദാന ദിനത്തിൻ്റെ പ്രമേയം എന്ത്? ബി ദ റീസൺ ഫോർ സംവൺസ് സ്മൈൽ ടുഡേ. പുതിയ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? TV സോമനാഥൻ. അടുത്തിടെ ഏത് രോഗം പടർന്നു പിടിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്?
എംപോക്സ് അഥവാ മങ്കി പോക്സ്. അടുത്തിടെ ISRO വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? EOS 8 SSLV വാഹനത്തിലാണ് വിക്ഷേപിച്ചത്. 2024 ഓഗസ്റ്റിൽ എത്ര പേർക്കാണ് രാഷ്ട്രപതി ധീരതയ്ക്കുള്ള മെഡലുകൾ നൽകിയത്? 103 പേർക്ക്. 2024 ഓഗസ്റ്റിൽ എത്ര പേർക്കാണ് രാഷ്ട്രപതി കീർത്തി ചക്ര പുരസ്കാരം പ്രഖ്യാപിച്ചത്? 4 പേർക്കാണ് കീർത്തി ചക്ര പുരസ്കാരം പ്രഖ്യാപിച്ചത്. 2024 ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് എത്ര റംസാർ സൈറ്റുകളാണ് പട്ടികയിൽ പുതിയതായി ഉൾപ്പെടുത്തിയത്? 3 സൈറ്റുകൾ. തമിഴ്നാട്ടിലെ നരായൺ പക്ഷി സങ്കേതം, കഴുവേലി പക്ഷി സങ്കേതം, മധ്യപ്രദേശിലെ തവ റിസർവോയർ എന്നിവയാണ് റംസാർ സൈറ്റിൽ പുതിയതായി ഉൾപ്പെടുത്തിയത്. ഇതോടുകൂടി നിലവിലുള്ള ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം 85ആയി. 2024 എത്രാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്? 70ാമത് പുരസ്കാരം. 2022 ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച പ്രകടനത്തിനുള്ള പുരസ്കാരങ്ങളാണ് നൽകിയത്. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ: മികച്ച നടൻ ഋഷഭ് ഷെട്ടി, ചിത്രം കാന്താര. മികച്ച നടികൾ: നിത്യ മേനോൻ, ചിത്രം തിരുച്ചിത്രമ്പലം. മാനസി പരേഖ്, ചിത്രം ദി കച്ച് എക്സ്പ്രസ്. മികച്ച സംവിധായകൻ: സൂരജ് ബർജാത്യ, ചിത്രം ഉഞ്ചൈ. മികച്ച ചിത്രം: ആട്ടം, സംവിധാനം ആനന്ദ് ഏകർഷി. മികച്ച തിരക്കഥ: ആനന്ദ് ഏകർഷി, ചിത്രം ആട്ടം. മികച്ച എഡിറ്റിംഗ്: മഹേഷ് ഭുവനേന്ദ്, ചിത്രം ആട്ടം. മികച്ച മലയാള ചിത്രം: സൗദി വെള്ളയ്ക്ക, സംവിധാനം തരുൺ മൂർത്തി. മികച്ച ബാലതാരം: ശ്രീപദ്, ചിത്രം മാളികപ്പുറം. 2024 എത്രാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്? 54ാമത് ചലച്ചിത്ര പുരസ്കാരം. 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നോക്കാം. മികച്ച ചിത്രം കാതൽ ദി കോർ, സംവിധാനം ജിയോ ബേബി. മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട, സംവിധാനം രോഹിത് MG കൃഷ്ണൻ. മികച്ച നടി ഉർവശി, ചിത്രം ഉള്ളൊഴുക്ക്, ബീന R ചന്ദ്രൻ, ചിത്രം തടവ്. മികച്ച നടൻ പൃഥ്വിരാജ്, ചിത്രം ആടുജീവിതം. മികച്ച സംവിധായകൻ ബ്ലെസ്സി, ചിത്രം ആടുജീവിതം. മികച്ച തിരക്കഥ രോഹിത് MG കൃഷ്ണൻ, ചിത്രം ഇരട്ട. മികച്ച സ്വഭാവ നടൻ വിജയരാഘവൻ, ചിത്രം പൂക്കാലം. മികച്ച സ്വഭാവ നടിക്കുള്ള അവാർഡ് ലഭിച്ചത് ശ്രീഷ്മ ചന്ദ്രൻ, ചിത്രം പൊമ്പളൈ ഒരുമൈ. മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ റസാഖ്, ചിത്രം തടവ്. മികച്ച ഗായകനുള്ള പുരസ്കാരം ലഭിച്ചത് വിദ്യാധരൻ മാസ്റ്റർ. മികച്ച ഗായിക ആൻ ആമി. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച ജൂറി അധ്യക്ഷൻ ആരായിരുന്നു? സുധീർ മിശ്ര. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? പൂനെയിൽ. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി ആരാണ് നിയമിതനായത്? ഗോവിന്ദ് മോഹൻ. ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ആർദ്ര കേരളം പുരസ്കാരം ലഭിച്ച ജില്ലാ പഞ്ചായത്ത് എറണാകുളം, ഗ്രാമപഞ്ചായത്ത് മാണീഡ് എറണാകുളം, ബ്ലോക്ക് പഞ്ചായത്ത് പേരാമ്പ്ര കോഴിക്കോട്, മുനിസിപ്പാലിറ്റി പൊന്നാനി മലപ്പുറം, കോർപ്പറേഷൻ തിരുവനന്തപുരം. ആനയും മനുഷ്യനും തമ്മിലുള്ള സംഘട്ടനങ്ങൾ പരിഹരിക്കുന്നതിനായി ഹാത്തി ആപ്പ് എന്ന ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം? ആസാം.